ജീവിതയാത്രയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളോട് നാം പ്രതികരിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരുടെ പ്രതികരണം അനുസരിച്ചാണോ, അതോ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മോട് കൂടെയുള്ള യേശുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്? ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളുടെ നടുവിൽ സഹതപിക്കുന്നവരെ അല്ല യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്, മറിച്ച് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നവരെ നാം ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. സഹതാപം മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. നിന്റെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. എന്നാൽ ആഴമേറിയ പ്രതിസന്ധികളിലോ വിട്ടുമാറാത്ത രോഗങ്ങളിലോ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലോ അകപ്പെട്ട ഒരു വ്യക്തിക്ക് കേവലം സഹതാപം കൊണ്ട് പരിഹാരം ലഭിക്കുന്നില്ല. അവിടെയാണ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു എന്ന സത്യം പ്രസക്തമാകുന്നത്. ചരിത്രത്താളുകളിൽ മരിച്ചുപോയ ഒരു പ്രവാചകനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇന്നും വർത്തമാന കാലത്തിൽ പ്രവർത്തിക്കുന്ന മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ ഇന്നും എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും ആശ്വാസപ്രദനായ കർത്താവിന്റെ സാന്നിധ്യം ജീവിത മേഖലകളിൽ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനു കാരണം യേശുവിലുള്ള വിശ്വാസവും യേശുവിന്റെ സാന്നിധ്യം ജീവിതയാത്രയിൽ തിരിച്ചറിയുന്നതും കൊണ്ടാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനോ കഴിയാതിരുന്ന മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്ന നിത്യപുരോഹിതനാണ് ഈ ക്രിസ്തു. പ്രിയ ദൈവത്തിലെ ഈ ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനാണ് എന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ സദാ ജീവിച്ച ഇന്നും നമ്മെ വിടുവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ പ്രാപ്തനായ ഒരുവനെ കുറിച്ച ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ സാധ്യതകളും അടഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇന്ന് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇല്ല, ഇത് നിങ്ങളുടെ അവസാനമല്ല. ഈ വിഷയം നിങ്ങളെ തീർക്കുകയല്ല. ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഈ വിഷയത്തെ നിങ്ങൾ ഓവർകം ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് അതേ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് സഹതാപം പ്രകടിപ്പിക്കുന്നവർക്ക് നമ്മുടെ വേദനയുടെ ആഴം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഇന്നും നമുക്കായി ജീവിക്കുന്ന യേശുവിന് നാം കടന്നു പോകുന്ന വിഷയങ്ങളുടെ അറ്റത്തോളം കടന്നു ചെന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുമെന്ന് മറന്നു പോകരുത്. ഈ ദൈവം എന്നെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല എന്ന് വിശ്വസിക്കണം. കാരണം വില കൊടുത്ത് വാങ്ങിയവൻ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല എന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യം. അവസാന തുള്ളി ചോരയും കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചെങ്കിൽ അത് നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വിടുതലിനും വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള മുഖാന്തരമായി അത് മാറുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ പിൻപോട്ട് വലിക്കുന്ന മറ്റൊന്നാണ് പരിഹാസം. നാം തിരുവചനം എടുത്തു പഠിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾക്ക് മുമ്പേ പരിഹാസങ്ങൾ നടന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പരിഹാസം വെറും കേവലമായ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമല്ല, മറിച്ച് അത് വിശ്വാസികളുടെ ഓരോരുത്തരുടെയും ആത്മവീര്യം കെടുത്തുന്നതാ, ദൈവവിളിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാ. പരിഹാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നടക്കുകയില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിടുവാൻ ഒരുപക്ഷെ പരിഹാസത്തിന് കഴിഞ്ഞു എന്ന് വരാം. പരിഹാസം നിങ്ങളുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തേക്കാം. നീ ആര്? നിന്റെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന ചോദ്യം ഒരുപക്ഷെ വിശ്വാസത്തെ പോലും മറിച്ചു കളയുന്നതാകാം. ഇങ്ങനെ പരിഹാസം അനുഭവിക്കുവാൻ ഇടയാകുന്ന ഓരോ വ്യക്തിയും ഒരുപക്ഷെ ഉൾവലിഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്ന് ഓടിമറയുവാൻ ശ്രമിക്കുന്നവരായേക്കാം. അതാണ് ശത്രുവിന്റെ തന്ത്രമെന്ന് ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവത്തിലെ നീ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾ കേട്ട വാക്കുകൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് മടുപ്പിച്ച, നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ആ വാക്കുകൾ അതിന്റെ മുമ്പാകെ തളർന്നു പോകുകയല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ പറയുവാൻ തുടങ്ങണം. ശത്രുവിന്റെ പ്ലാനുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. അതിനുള്ള അധികാരം പ്രിയ ദൈവത്തിലെ ദൈവം തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. പരിഹാസങ്ങളുടെ മുമ്പാകെ പട്ടുപോകുകയല്ല, പരിഹാസങ്ങളുടെ നടുവിൽ നിന്ന് അതിനെ ഓവർകം ചെയ്യുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. നോഹ പെട്ടകം പണിയുമ്പോ ചുറ്റുമുള്ളവർക്ക് അത് ഭോഷത്വമായി തോന്നിയേക്കാം. എന്നാൽ ജലപ്രളയം വന്നപ്പോ പരിഹസിച്ചവർ മുങ്ങിപ്പോകുകയും ദൈവത്തിൽ വിശ്വസിച്ചവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന്
യെരുശലേം മതിൽ പണിയുവാൻ തുടങ്ങിയപ്പോ അവിടെ അനേക എതിർപ്പുകൾ ഉണ്ടാകുകയാണ്, പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരികയാണ്. ശത്രു രാജ്യങ്ങൾ ചേർന്ന് സഖ്യമുണ്ടാക്കി ആദ്യം യുദ്ധം ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് പരിഹാസം അഴിച്ചുവിടുകയാണ് ചെയ്തത്. അവരുടെ കഴിവിനെ അവർ ചോദ്യം ചെയ്തു. അവർക്ക് മതിൽ പണിയുവാൻ കഴിയുകയില്ല എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ അവർ ചെയ്യുന്ന ക്വാളിറ്റിയെ പോലും പരിഹസിക്കുന്ന ഒരവസ്ഥ അവർ നേരിടേണ്ടി വന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോ മാനസികമായി തളർന്നു പോകുവാനിടയുണ്ട്. അങ്ങനെ മാനസികമായി തളർന്നു പോയാൽ അതേ അവർ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് ആ മതിൽ പണി അവിടെ വെച്ച് ഉപേക്ഷിച്ചു പോയേക്കാം. എന്നാൽ നെഹമ്യാവ് അത് ചെയ്തില്ല. നെഹമ്യാവ് ദൈവത്തിൽ ആശ്രയിച്ചു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് നെഹമ്യാവ് പറയുവാൻ തുടങ്ങി. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങി. പരിഹാസങ്ങളുടെ ഇടയിലും വിശ്വാസത്തോടെ അവർ പണികൾ തുടർന്നുകൊണ്ടിരുന്നു. ഒരേ സമയം പണി ചെയ്യുവാനും യുദ്ധം ചെയ്യുവാനും ആളുകളെ കാവൽ നിർത്തി. പ്രിയദൈവത്തിലെ ചുറ്റുമുള്ളവർ നിങ്ങളെ കണ്ട് നിന്നെ കൊണ്ട് പറ്റുകയില്ല, നിന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് മനസ്സിടിഞ്ഞ് വീട്ടിലിരിക്കാതെ ഈ ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ദേശത്ത് നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. മാനുഷിക വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. ദൈവത്തിന്റെ ശബ്ദത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അതെ, സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഒരു സാഹചര്യവുമല്ല നിങ്ങളുടെ ജയത്തെ തീരുമാനിക്കുന്നത്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രിയ ദൈവത്തിലെ വേദപുസ്തകത്തിൽ ഉടനീളം ദൈവ പദ്ധതികൾക്ക് വേണ്ടി ചുവട് വെച്ചവർ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. എന്നാൽ അവർ പരിഹാസം കേട്ട് മടുത്തിരുന്നുവെങ്കിൽ അവരിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ലായിരുന്നു. എന്നാൽ പരിഹസിക്കുന്നവരുടെ നടുവിലും കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ അവരുടെ ജീവിതയാത്രയിലെല്ലാം വിജയം കാണുവാൻ അവർക്കിടയായി. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് സഹതപിക്കുന്നവരുടെ വാക്കുകൾ കേട്ട്, പരിഹസിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് നിരാശയിലാകുന്ന നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന അറിയിക്കുകയാ. ഒന്ന് എഴുന്നേക്കണം. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഇവരാരുമല്ല, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. പ്രിയ ദൈവത്തിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ദൈവം അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. തളർന്നു പോകുവാൻ, തളടിയാക്കുവാൻ, നശിച്ചു പോകുവാൻ ശത്രുവായവൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന് എന്നെ നിങ്ങൾ പുറത്തു വരണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതെ, വാക്കു പറഞ്ഞവൻ ഇന്നും ജീവിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ വഴി നടത്തുവാൻ ഈ ദൈവം ശക്തനാണ്. നിങ്ങളുടെ കണ്ണുകളെ തുടച്ച് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. നിരാശ കൊണ്ടുവന്നിട്ട് പരിഹാസത്തിന്റെ ശബ്ദങ്ങൾ കേൾപ്പിച്ച് മനസ്സ് പഠിപ്പിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ ഇവരിലൂടെ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകല നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഇല്ല, ശത്രുവിന്റെ ഒരു തന്ത്രവും നടക്കുകയില്ല. ദൈവപ്രവൃത്തി നിങ്ങൾ കാണും, നിങ്ങൾ അത് അനുഭവിക്കും. ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.